ഹായ് ഓൾ, ഗാലക്റ്റിക് ക്വിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഖില കേരള വായനോത്സവം സ്കൂൾ ലെവൽ മത്സരത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ പാർട്ട് 2 ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം NS മാധവൻ. NS മാധവനാണ് ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഇടമലക്കുടി. ഇടമലക്കുടിയാണ് കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്ത്. വെള്ളത്തിലും കരയിലും സഞ്ചരിക്കാൻ കഴിയുന്ന വിമാനത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം സീപ്ലെയിൻ. സീപ്ലെയിൻ ആണ് വെള്ളത്തിലും കരയിലും സഞ്ചരിക്കാൻ കഴിയുന്ന വിമാനത്തിൻ്റെ പേര്. ജലത്തിൻ്റെ രാസസൂത്രം എന്താണ്? ഉത്തരം H2O. H2O എന്നതാണ് ജലത്തിൻ്റെ രാസസൂത്രം. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? ഉത്തരം മയിൽ. മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി. അടുത്ത ചോദ്യം, അബ്ദുൽ കലാം ജനിച്ചത് എവിടെയാണ്? ഉത്തരം രാമേശ്വരം. രാമേശ്വരത്താണ് അബ്ദുൽ കലാം ജനിച്ചത്. പൂതപ്പാട്ട് എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം ഇടശ്ശേരി. ഇടശ്ശേരിയാണ് പൂതപ്പാട്ട് എന്ന കവിത എഴുതിയത്. നെല്ല് എന്ന നോവലിലെ മല്ലനെ വിളിച്ചിരുന്ന പേര് എന്താണ്? ഉത്തരം കാട്ടാനമല്ലൻ. കാട്ടാനമല്ലൻ എന്നതാണ് നെല്ല് എന്ന നോവലിലെ മല്ലനെ നാട്ടുകാർ വിളിച്ചിരുന്ന പേര്. അടുത്ത ക്വസ്റ്റ്യൻ, കേണലിന് ആരും എഴുതുന്നില്ല എന്ന മാർക്കേസിന്റെ കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഉത്തരം ഐമനം ജോൺ. ഐമനം ജോൺ ആണ് കേണലിന് ആരും എഴുതുന്നില്ല എന്ന മാർക്കേസിന്റെ കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. അടുത്ത ചോദ്യം, പ്രൈം മെറിഡിയൻ കടന്നു പോകുന്ന പട്ടണത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഗ്രീൻവിച്ച്. ഗ്രീൻവിച്ച് എന്നതാണ് പ്രൈം മെറിഡിയൻ കടന്നു പോകുന്ന പട്ടണത്തിൻ്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, ആരായിട്ട് അറിയപ്പെടുവാനായിരുന്നു അബ്ദുൽ കലാമിന് ഇഷ്ടം? ഉത്തരം അധ്യാപകൻ. ഒരു അധ്യാപകനായി അറിയപ്പെടുവാനായിരുന്നു അബ്ദുൽ കലാമിന് ഇഷ്ടം. അടുത്ത ക്വസ്റ്റ്യൻ, കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം പവിഴപ്പുറ്റുകൾ. പവിഴപ്പുറ്റുകളാണ് കടലിലെ മഴക്കാടുകൾ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കുങ്കുമം അവാർഡ് നേടിയ മലയാളത്തിലെ ആദ്യത്തെ കൃതി ഏതാണ്? ഉത്തരം നെല്ല്. നെല്ല് എന്നതാണ് കുങ്കുമം അവാർഡ് നേടിയ മലയാളത്തിലെ ആദ്യത്തെ കൃതി. അടുത്ത ചോദ്യം, മാലദ്വീപിൻ്റെ പ്രധാന വരുമാന മാർഗം എന്താണ്? ഉത്തരം ടൂറിസം. ടൂറിസമാണ് മാലദ്വീപിൻ്റെ പ്രധാന വരുമാന മാർഗം. APJ അബ്ദുൽ കലാം അഴിമതിക്കെതിരെ ആരംഭിച്ച മൂവ്മെൻറ്റിൻ്റെ പേരെന്താണ്? ഉത്തരം വാട്ട് ക്യാൻ ഐ മൂവ്മെൻറ്റ്. വാട്ട് ക്യാൻ ഐ മൂവ്മെൻറ്റ് എന്നതാണ് APJ അബ്ദുൽ കലാം അഴിമതിക്കെതിരെ ആരംഭിച്ച മൂവ്മെൻറ്റിൻ്റെ പേര്. ഗൂർണിക്ക എന്ന പ്രശസ്ത ചിത്രം വരച്ച ചിത്രകാരൻ ആരാണ്? ഉത്തരം പിക്കാസോ. പാബ്ലോ പിക്കാസോയാണ് ഗൂർണിക്ക എന്ന പ്രശസ്ത ചിത്രം വരച്ച ചിത്രകാരൻ. അടുത്ത ചോദ്യം, കൂമൻ കൊല്ലി എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം P. വത്സല. P. വത്സലയാണ് കൂമൻ കൊല്ലി എന്ന കൃതി രചിച്ചത്. APJ അബ്ദുൽ കലാം ഉപരിപഠനം പൂർത്തിയാക്കിയത് ഏത് വിഷയത്തിലാണ്? ഉത്തരം എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിലാണ് APJ അബ്ദുൽ കലാം ഉപരിപഠനം പൂർത്തിയാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, എൽ നിനോ പ്രതിഭാസം എന്താണ്? ഉത്തരം സമുദ്രോപരിതലത്തിലെ താപനില ക്രമാതീതമായി ഉയരുന്ന പ്രതിഭാസം. എൽ നിനോ പ്രതിഭാസം എന്നത് സമുദ്രോപരിതലത്തിലെ താപനില ക്രമാതീതമായി ഉയരുന്ന അവസ്ഥയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റോബിൻസൺ ക്രൂസോ എങ്ങനെയാണ് ദ്വീപിലെത്തിയത്? ഉത്തരം ബോട്ട് തകർന്നപ്പോൾ നീന്തിയും കാലിവീപ്പകളിൽ പിടിച്ചും കന്നുകാലികൾക്കൊപ്പം ദ്വീപിലെത്തി. റോബിൻസൺ ക്രൂസോ ബോട്ട് തകർന്നപ്പോൾ നീന്തിയും കാലിവീപ്പകൾ പിടിച്ചും കന്നുകാലികൾക്കൊപ്പവുമാണ് ദ്വീപിലെത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കാലാവസ്ഥ അഭയാർത്ഥികൾ എന്നാൽ ആര്? ഉത്തരം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ബുദ്ധിമുട്ടിലായതിനു ശേഷം നാടും വീടും ഉപേക്ഷിക്കേണ്ടി വരുന്നവരെയാണ് കാലാവസ്ഥാ അഭയാർത്ഥികൾ എന്ന് വിളിക്കുന്നത്. കാലാവസ്ഥ അഭയാർത്ഥികൾ എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചതിനു ശേഷം നാടും വീടും ഉപേക്ഷിക്കേണ്ടി വരുന്നവരെയാണ് ഇങ്ങനെ പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.